എന്തെല്ലാം ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒളിച്ചോട്ടം. അത് ഒളിച്ചോടി പോകുന്നത് ആരാ? മുമ്പൊക്കെ പോകുന്നത് കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് ഒളിച്ചോടി പോവുക. ഇന്നതല്ല, ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഒരുത്തൻ്റെ കൂടെ കുറച്ച് കാലം ജീവിക്കുക, പിന്നെ വേറൊരാളെ നോക്കുക, ഒളിച്ചോടി പോവുക. അങ്ങനെ ഒളിച്ചോടി പോകുന്ന എൻ്റെ സഹോദരിമാരോട് പറയാനല്ല, നിങ്ങളൊന്നും വിചാരിച്ചു പോകരുത് ഒളിച്ചോടി പോയാൽ എൻ്റെ ഭർത്താവ് എന്നെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ വരുന്നു അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരുടെ അടുത്ത് പോകുന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. നിങ്ങളുടെ കൂടെ ഒരു മാസം അതല്ലെങ്കിൽ ഒരു വർഷം ഒരു കൊല്ലം ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഒളിച്ചോടി പോകുമ്പോൾ ആണുങ്ങൾ വിചാരിക്കും പോട്ടെ, ഓളെ ശല്യം തീർന്നല്ല, ഇനി വേണമെങ്കിൽ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ വേണ്ടെങ്കിൽ അങ്ങനെ പോവാമെന്ന്. കാരണം എന്താണെന്നറിയാം, കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് വീട്ടുകാരൊക്കെ പറഞ്ഞ് കല്യാണമൊക്കെ കഴിച്ചിട്ട് പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷമുള്ള ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതുപോലെ തന്നെ ജീവിതശൈലികൾ, അതുപോലെ തന്നെ ചിലവുകളൊക്കെ കാണുമ്പോൾ ചില ആണുങ്ങൾ വിചാരിക്കും പോയല്ലേ ഇനി സന്തോഷത്തിൽ ജീവിക്കാമെന്നൊക്കെ വിചാരിക്കും. പിന്നെ എൻ്റെ സഹോദരിമാരോടൊന്ന് പറയാനല്ലേ എന്നറിയാം, നിങ്ങൾ ഈ കല്യാണത്തിന് ഡ്രസ്സ് മാറുന്നത് പോലെ അതല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് ഡ്രസ്സ് ചേഞ്ച് ആക്കുന്നത് പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാതിരി നിങ്ങൾ ഈ ഒരാണിൻ്റെ കൂടെ ജീവിക്കാൻ വിചാരിക്കും ഇവനല്ല നല്ലത് മറ്റവനാണ്, മറ്റവൻ്റെ കൂടെ പോകാമെന്നൊക്കെ വിചാരിക്കട്ടെ. നിങ്ങൾ പോയാൽ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചോ ഇതിനേക്കാളും കട്ടപ്പുകയായിരിക്കും. കാരണം ഓനിക്കൊരു സംശയം ഉണ്ടാവും, ഓനെ ഒഴിവാക്കിയിട്ട് വീട്ടുകാരെല്ലാം കല്യാണം കഴിച്ച് ഓളെ ഒഴിവാക്കിയിട്ട് വന്നിനെങ്കിൽ, അവനൊഴിവാക്കിയിട്ട് എൻ്റെ കൂടെ വന്നിനെങ്കിൽ എന്നെപ്പോലെ വേറെ ആളെ കാണുമ്പോൾ എന്തായാലും എന്താവും, പോവില്ലേ എന്നുള്ളൊരു ചില സംശയങ്ങൾ ചില ആൾക്കാർക്ക് വരും. ഈ വരുന്ന സമയത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കാരണം ഇത് പറയാനുള്ള കാരണം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇതേപോലെ തളിപ്പറമ്പ് ടൗണിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാനിങ്ങനെ ടൗണിൽ നിൽക്കുമ്പോൾ ഒരു കടയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ചങ്ങായിയുണ്ട്, ഭാര്യനെ ഇങ്ങനെ തല്ലുകയാണ്. ഹോസ്പിറ്റലിൽ കുട്ടീനെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇങ്ങനെ തല്ലുന്നുണ്ട്, ഡോക്ടറെ കാണിച്ച് ഇറങ്ങി വന്നതിന് ശേഷം ഇങ്ങനെ തല്ലുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്താണെന്ന് ചോദിച്ചു. ഇവനൊന്നും മിണ്ടൂല. അപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞ് എന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. പക്ഷേ എനിക്ക് പരിചയമില്ല, ഒരാളെ കണ്ടപ്പോൾ ഞാൻ ആ ചങ്ങായിനോട് വർത്താനം പറഞ്ഞതാണ്. അപ്പോൾ ഓനാരാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് തല്ലുന്നത്. കാരണം അയാളെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ ഞാൻ പ്രേമിച്ചതുപോലെ, അയാളെ പ്രേമിച്ചതുപോലെ വേറെ ആരെങ്കിലും ആയിട്ട് ഞാൻ ലൈനുണ്ടോ അല്ലെങ്കിൽ അയാൾ ആരാണോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് തല്ലുന്നതെന്ന് പറഞ്ഞതുപോലെ എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത് ആ ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ ആരെ കൂടെ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് രണ്ടാമത് ആരെ കൂടെ ഒളിച്ചോടിപ്പോയാലും ആ ഭർത്താവ് മൂന്നാമത് നിങ്ങളോട് ഒരാൾ വർത്താനം പറയുമ്പോൾ അതല്ലെങ്കിൽ മൂന്നാമത് ഒരാളെ കാണുമ്പോൾ നിങ്ങൾ പോകൂലേ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പോൾ നിങ്ങളിൽ നിന്നും എന്തൊക്കെ കിട്ടാൻ പറ്റും അതൊക്കെ അവൻ അടിച്ച് മാറ്റും കേട്ടോ. ലാസ്റ്റ് ചിലപ്പോൾ നിങ്ങളെ തള്ളി വിടാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരുത്തനെ കല്യാണം കഴിച്ചിട്ട് ഓനെ മതിയായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വീട്ടുകാരോട് പറയാം, എനിക്ക് വേണ്ട കേട്ടോ, ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കുകയാണ്, എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വേറൊരു ഇതൊക്കെ ഡൈവോഴ്സ് ചെയ്ത് വേറൊരു കല്യാണത്തിന് തയ്യാറാവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രേമിച്ച ആളെ തന്നെ കഴിക്കണമെങ്കിൽ അത് വീട്ടുകാർ മുഖാന്തരം കല്യാണം കഴിച്ച് പോവുക. അല്ലാതെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തു നിന്നോ ഇറങ്ങിയിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോകുന്നത് ശരിയല്ല. നിങ്ങളെല്ലാവരും ആലോചിക്കട്ടോ. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം.